തൃശൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതികൾക്ക് കവചമൊരുക്കി പോലീസ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും 1 വർഷം മാത്രം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. IPC 323 കൈകൊണ്ടടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അതേസമയം സംഭവത്തിൽ 2 ശിക്ഷ പറ്റില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. 4 പോലീസുകാരുടെയും പ്രൊമോഷൻ 3 വർഷത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. ഇൻക്രിമെന്റ് 2 വർഷത്തേക്കും തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു വകുപ്പ് തല നടപടി സാധ്യമല്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. തുടർ നടപടി കോടതിയുടെ തീരുമാനപ്രകാരം മതിയെന്നുമാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതേസമയം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം ശരിവെച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. കുന്നംകുളം പോലീസിന്റെ ഇടി അന്നേ കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടിയുണ്ടായത്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം നടത്തി. SI ന്യൂമാൻ, സീനിയർ CPO ശശിധരൻ, CPOമാരായ സന്ദീപ്, സജീവ് എന്നിവർ യൂത്ത് കോൺഗ്രസ് നേതാവ് V.S. സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് DCCയിൽ വെച്ച് സുജിത്തിനെ കാണും. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് വ്യക്തമാക്കിയത്. ശക്തമായ നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ വരുന്ന 10-ാം തീയതി കുറ്റക്കാരായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്നാണ് DCC പ്രസിഡന്റ് പ്രതികരിച്ചത്.